എല്ലാ ഞായറാഴ്ചയും രാവിലെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള പാർക്കിൽ ഒരു ലഘു ഓട്ടം നടത്താറുണ്ട്. പാർക്കിൻ്റെ ഒരു മൂലയിൽ ഒരു തടാകമുണ്ട്. ഈ തടാകത്തിനരികിൽ ഞാൻ ഓരോ തവണ ജോഗിംഗ് നടത്തുമ്പോഴും വെള്ളത്തിൻ്റെ അരികിലിരിക്കുന്ന ഒരു വൃദ്ധ സ്ത്രീയെ ഞാൻ കാണുന്നു. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ജിജ്ഞാസ എന്നെ കീഴടക്കി. അതിനാൽ ഞാൻ ജോഗിംഗ് നിർത്തി അവളുടെ അടുത്തേക്ക് നടന്നു. അടുത്തെത്തിയപ്പോൾ അവളുടെ മടിയിൽ ഒരു ആമ ഉണ്ടായിരുന്നു. അവൾ അതൊരു സ്പോഞ്ച് ബ്രഷ് ഉപയോഗിച്ച് ശ്രദ്ധാപൂർവം ഉരച്ചുകൊണ്ടിരുന്നു. ഹലോ, ഞാൻ പറഞ്ഞു. എല്ലാ ഞായറാഴ്ചയും രാവിലെ ഞാൻ നിങ്ങളെ ഇവിടെ കാണാറുണ്ട്. എൻ്റെ ശല്യം നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ ഈ ആമകളെ കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൾ പുഞ്ചിരിച്ചു. ഞാൻ അവയുടെ പുറംതോട് വൃത്തിയാക്കുകയാണ്, അവൾ മറുപടി പറഞ്ഞു. ആമയുടെ പുറന്തോടിലുള്ള പായൽ അല്ലെങ്കിൽ മാലിന്യം പോലുള്ളവ ആമയുടെ ചൂട് ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറയ്ക്കുകയും നീന്താനുള്ള കഴിവ് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. കാലക്രമേണ അത് ആമയുടെ പുറന്തോടിനെ നശിപ്പിക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യും. കൊള്ളാം, അത് വളരെ നല്ലതാണ്, അവൾ തുടർന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ ഞാൻ 2 മണിക്കൂർ ഈ തടാകത്തിനരികിൽ വിശ്രമിക്കുകയും ഈ ആമകളെ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു മാറ്റമുണ്ടാക്കാനുള്ള എൻ്റെ സ്വന്തം വിചിത്രമായ മാർഗമാണിത്. തടാകത്തിലെ എല്ലാ ആമകളെയും വൃത്തിയാക്കാൻ എനിക്ക് കഴിയില്ലായിരിക്കും, പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ആമയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കും, അവൾ മറുപടി പറഞ്ഞു. ലോകത്തെ മുഴുവൻ മാറ്റാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ചെറിയ പ്രവൃത്തികൾ കൊണ്ട് ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് ഈ കഥ നൽകുന്ന സന്ദേശം. താങ്ക് യു.